ഇന്ന് ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് പോകാം. ഹയർ സെക്കൻഡറി ഏകജാലക പ്രവേശനത്തിന് അപേക്ഷ ഓൺലൈനായി ഇന്നു മുതൽ അപേക്ഷകൾ നൽകാം. +1 പ്രവേശനത്തിന് സമർപ്പിക്കാനുള്ള അവസാന തീയതി മെയ് 20 ഏകജാലക അഡ്മിഷൻ ഷെഡ്യൂൾ ശ്രദ്ധിക്കാം. ട്രയൽ അലോട്ട്മെൻറ്റ് തീയതി മെയ് 24 ആദ്യ അലോട്ട്മെൻറ്റ് തീയതി ജൂൺ 2, രണ്ടാം അലോട്ട്മെൻറ്റ് തീയതി ജൂൺ 10, മൂന്നാം അലോട്ട്മെൻറ്റ് തീയതി ജൂൺ 16. മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലൂടെ ഭൂരിഭാഗം സീറ്റുകളിൽ പ്രവേശനം ഉറപ്പാക്കി ജൂൺ 18 +1 ക്ലാസുകൾ ആരംഭിക്കും. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിലൂടെ ശേഷിക്കുന്ന ഒഴിവുകൾ നികത്തി ജൂലൈ 23 പ്രവേശന നടപടികൾ അവസാനിപ്പിക്കും. മറ്റൊന്ന്, കേരള യൂണിവേഴ്സിറ്റിയുടെ മെയ് 24 നടത്താൻ നിശ്ചയിച്ചിരുന്ന 2025-26 അധ്യയന വർഷത്തെ MBA പ്രവേശനത്തിനുള്ള കേരള മാനേജ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മെയ് 31 മാറ്റി. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി മെയ് 19 ഉച്ചയ്ക്ക് 12 മണിയാണ്. www.cee.kerala.gov.in വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കണം. ഇടവമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസം 1 അതായത് നാളെ രാവിലെ 5 മണിക്ക് നട തുറക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി 19 രാത്രി 10 മണിക്ക് നടയടയ്ക്കും. കനത്ത മഴയിൽ പാറക്കെട്ട് വീണതിനെ തുടർന്ന് മൂന്നാർ ഗ്യാപ്പ് റോഡിൽ ഏർപ്പെടുത്തിയിരുന്ന ഗതാഗത നിയന്ത്രണം പിൻവലിച്ചു എന്ന വാർത്ത കൂടിയുണ്ട്. ഈ അവധി സമയമൊക്കെ ആയതുകൊണ്ട് ധാരാളം ടൂറിസ്റ്റുകൾ ആ മേഖലയിലേക്ക് പോകുന്നതാണ്. കഴിഞ്ഞ 2 ദിവസമായി അവിടെ ഗതാഗതം സ്തംഭിച്ച അവസ്ഥയായിരുന്നു. അത് പിൻവലിച്ചിട്ടുണ്ട്. വയനാട് പനമരം ഇലക്ട്രിക്കൽ സ്റ്റേഷൻ പരിധിയിൽ വിവിധ പ്രദേശങ്ങളിൽ ഇന്ന് പകൽ വൈദ്യുതി മുടങ്ങും എന്നുള്ള വാർത്ത കൂടിയുണ്ട്.